പനീറേ, ഡാ പനീറേ, ഡാ എഴുന്നേക്കടാ, ഡാ കഥ തുറക്കടാ. എന്തിനു ഉറക്കമാണോ ഇത്? ഇത് പനീർ, സ്വദേശം തമിഴ്നാട്. 1.5 വർഷം മുമ്പാണ് പനീർ സുഗതൻ്റെ ചായക്കടയിൽ എത്തിച്ചേർന്നത്. അന്നു മുതൽ ഈ കടയുടെ ഭാഗമായി മാറി ഇവൻ. സംസാരശേഷിയില്ലാത്ത പനീർ പ്രതിഷേധത്തിൻ്റെ ഒരു മിഴിയനക്കം പോലുമില്ലാതെ സുഗതൻ പറയുന്ന എല്ലാ ജോലികളും ചെയ്ത് ഇവിടെ കഴിഞ്ഞുകൂടുന്നു. സുഗതണ്ണ, ഒരു ചായ. ഇറാഖിൽ ആഭ്യന്തര കലാപം വ്യാപിച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് പ്രശ്നങ്ങളാണല്ലോ. ഓരോരോ കാര്യങ്ങളാണ് വന്ന് ചേരുന്നത്. നമ്മുടെ ഒരു വാർത്ത വരാനുള്ളടേ. പിന്നെ ശവം കിട്ടിയില്ലയോ? പിന്നെ കിട്ടാതെ. ഒടുക്കത്തെ ക്യൂ ആയിരുന്നു. നിക്കണം, ക്യൂ നിക്കണം. വയറിളക്കത്തിന്റെ മരുന്നൊന്നും അല്ലല്ലോ, മതിയല്ലേ? ഇത്തിരി ക്യൂ നിന്ന് മൂഷിഞ്ഞ് വാങ്ങിച്ചു കുടിച്ചാ മതി. നേതാവേ, അയ്യോ, ചെറുക്കോ, 2-3 ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തേരെ. എളുപ്പം വേണം. മോളെ, എന്തി എല്ലാരും? പിന്നെ വരും 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 വരും. ഇന്നലെ വിളിച്ചപ്പോഴേ മാമൻ പറഞ്ഞല്ലേ ഞങ്ങൾ 4 പേരും വരും മോളെ. അച്ഛനെന്തിയേ? ശരി മോളെ, കടയിൽ ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. എല്ലാവരോടും എങ്ങോട്ടാ യാത്ര? നാളെ അവിടെ വീട് വരെ ഒന്ന് പോകണം.
അളിയൻ്റെ മോളെ കാണാൻ ഒരു പയ്യൻ വരുന്നു. നേതാവേ ഒന്ന് അടിച്ചിട്ടിരിക്കേ. ശരിയാത്തില്ലേ വേണ്ട നേതാവേ. വേണ്ട വേണ്ട വേണ്ടാത്തോണ്ട. ഒന്ന് രണ്ട് അടിച്ചിട്ട് വന്നിരിക്കുന്നത് അല്ലേ? യവന്മാരുടെ ഒരു കാര്യം സമ്മതിക്കത്തില്ല. മനുഷ്യൻ ഇവിടെ ഇരിക്കുക എന്ത് ചെയ്യുമെന്ന് പറ. ഓ ഓ ഓ ഓ ഭയങ്കര. നിനക്ക് ഈ കഴിപ്പ് മാത്രമേ ഉള്ളൂടാ പണി ഇവിടെ? നടക്കട്ടെ നടക്കട്ടെ. ചേട്ടാ ചേട്ടോ. ആ സാറോ, എന്തുകൊണ്ട് സാറേ വിശേഷം? അതെ, 5 കേക്ക് ഒന്ന് പാർസൽ. ഒരു 5 കേക്ക് പോയിഞ്ഞോളൂ. ആഹാ, അച്ഛനും മോളും കൂടെ ഷോപ്പിംഗ് കഴിഞ്ഞൊക്കെ വരുമല്ലയോ? കുറച്ച് ഡ്രസ്സാ ചേട്ടാ, നാളെ ഒന്ന് വീട് വരെ പോകുന്നു. ദാണ്ട സാറേ. ഓക്കെ ചേട്ടാ. ഞങ്ങൾ നാളെ അമ്മൂമ്മയുടെ വീട്ടിൽ പോവല്ലോ. ആഹാ, നല്ലത് നല്ലത്. വാങ്ങിച്ചോ മോളെ. ആ ശരി 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 സാറേ. ആ അപ്പോ സുഗതയാണ് എൻ്റെ കട നാളെ അവധി. ആ എനിക്ക് കോട്ടയത്താ പരിപാടി, ഗ്രൂപ്പ് മീറ്റിംഗാ. നാളെ അല്ലേ സുദീപിന്റെ കല്യാണം? നമുക്ക് പോണ്ടേ? ഷോ നാളെയാണോ? പിന്നെ പോണം. പോയില്ലേ മോശമല്ലേ? ചുരുക്കി പറഞ്ഞാൽ നാളെ എല്ലാവരും ബിസി. ഡേ സുഗത എന്നാ ഇങ്ങോട്ട് നോക്കിയേ. ആ ഒരു മനുഷ്യൻ്റെ ഇന്നെന്ന് പറയുന്നത് എന്താ? നാളെക്കുറിച്ചുള്ള പ്ലാനിങ്ങാ, ശരിയല്ലയോ? അണ്ണന് നാളെ ഭാര്യ വീട്ടിൽ പോകണം, യുവമാർക്കാന്നേ കല്യാണത്തിന് പോകണം. എനിക്ക് നാളെ കോട്ടയത്ത് ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ട്. ഏതൊരാളോട് ചോദിച്ചാലും പറയും നാളെ ഒരു പരിപാടി ഉണ്ട്. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞേ. എടേ പരീറേ, നിനക്കെന്തുവാണ് നാളെ പരിപാടി? അവനെന്തുവാ പരിപാടി? പൊറോട്ട തിന്നണം, ഇവിടെ കിടന്ന് ഉറങ്ങണം, അല്ല എന്തുവാ? ഇല്ലൂടാ. അല്ല ഇവനൊക്കെ എന്തുവാ നാളെ? പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ. നാളെ ചിലപ്പോൾ ഞങ്ങൾ ഇച്ചിരി വൈകും. നീ ഇവിടെ ഇരിക്കുന്ന പൊറോട്ട ഒക്കെ ചൂടാക്കി കഴിക്കും കേട്ടോ. വാ കുറ്റി ഇട്ടേ. പറഞ്ഞതല്ല ഓർമ്മ വേണം. ആ ശരിയാണ് നേതാവ് പറഞ്ഞത്. നാളെയെക്കുറിച്ച് സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും, നാളെയാകാൻ വേണ്ടി കാത്തിരിക്കുന്നവർ. പക്ഷേ പനീറിന് മാത്രം നാളെ എന്നത് എന്നത്തെയും പോലെ ഒരു ദിവസം മാത്രം. എവിടെ വെച്ച് എങ്ങനെയാണ് പനീറിന് നാളുകൾ നഷ്ടമായത്? ആരാണ് ഇവൻ്റെ നല്ല നാളുകളെ മുറിച്ചു മാറ്റിയത്? അറിയില്ല. പക്ഷേ ഒന്നറിയാം, പനീറിനെ പോലെ നാളെയുടെ കനവുകൾ നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇന്നും ബാലവേല ചെയ്യുന്നുവെന്ന സത്യം.